ഒരു കാലത്ത് 300-ലേറെ കുടുംബങ്ങൾ ഉപജീവനമാർഗം നടത്തിയിരുന്ന മാർക്കറ്റാണ് ഇത്. ബാലരാമപുരത്തെ പൊതുചന്ത. പഞ്ചായത്തിന് ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാക്കി കൊടുത്ത ചന്തയാണിത്. ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. 300-ലേറെ കുടുംബങ്ങൾ ഉപജീവനം നടത്തിയ മാർക്കറ്റ് ആധുനിക മാർക്കറ്റാക്കുന്നതിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റപ്പെട്ടെങ്കിലും ഇതേവരെ മാർക്കറ്റിൻ്റെ നിർമ്മാണത്തിനുള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പല കുടുംബങ്ങളും ജീവിച്ചിരുന്ന ഈ മാർക്കറ്റിനെ പുനർനവീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാരിലും ശക്തമാണ്. കോടികൾ മുടക്കി വിവിധ സജ്ജീകരണങ്ങളോടുകൂടി ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടായിരുന്നു ബാലരാമപുരം മാർക്കറ്റിൻ്റെ പൊളിച്ചു നീക്കപ്പെട്ടത്. നൂറുകണക്കിന് ബൈക്കുകളുടെ പാർക്കിംഗ്, വാഹന പാർക്കിംഗ്, മലക്കറിക്ക് പ്രത്യേക സജ്ജീകരണം, മത്സ്യക്കച്ചവടത്തിന് പ്രത്യേക സജ്ജീകരണം, അങ്ങനെ തുടങ്ങുന്ന വിവിധ സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊളിച്ചു മാറ്റപ്പെട്ട ചന്ത ഇന്ന് കാണുന്നത് ഈ ദുരിതത്തിലാണ്. ഇന്ന് ജൂലൈ 12. കഴിഞ്ഞ വർഷം ജൂലൈ 12-നായിരുന്നു ഹൈടെക് മാർക്കറ്റാക്കുന്നതിനുള്ള തറക്കല്ലിട്ട ദിവസം. ഉപയോഗപ്രദമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കപ്പെടുമ്പോഴും നാട്ടുകാരിലും വ്യാപാരികളിലും വലിയ പ്രതീക്ഷയായിരുന്നു ഹൈടെക് മാർക്കറ്റ് വരുമെന്ന്. ശിലാഫലകത്തിൽ മനോഹരമായി കൊത്തിയ ജനപ്രതിനിധികളുടെ പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതല്ലാതെ മറ്റൊരു പ്രവർത്തനവും ഇതേവരെ നടന്നിട്ടുമില്ല. മറ്റൊരു കാര്യം, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്ത വിപുലമായ ചടങ്ങായിരുന്നു ഈ ഹൈടെക് മാർക്കറ്റിൻ്റെ നിർമ്മാണോദ്ഘാടനം. പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് ഇവിടുത്തെ ഓരോ വ്യാപാരികളും. 300-ലേറെ കുടുംബങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു മാർക്കറ്റായിരുന്നു ഇത്. എത്രയും വേഗം ബാലരാമപുരം മാർക്കറ്റിനെ ചെറിയ തോതിലെങ്കിലും വ്യാപാരികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്ന ആവശ്യമാണ് പലരിലും ശക്തമാകുന്നത്. ഈ കാണുന്ന തരത്തിലായിരുന്നു കെട്ടിടം നിർമ്മിക്കുവാനായി പഞ്ചായത്ത് പ്ലാൻ തയ്യാറാക്കിയത്. 8284 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർക്കറ്റ്. 1-ാം നിലയിൽ പച്ചക്കറി, മീൻ മാർക്കറ്റ് ഉൾപ്പെടെ 27 കടകൾ, 2-ാം നിലയിൽ വലിയ ഹാളും 15 കടകളും, 3-ാം നിലയിൽ മിനി ഓഡിറ്റോറിയം, നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള ഗ്രൗണ്ട് ഫ്ലോർ, അങ്ങനെ വിപുലമായ സൗകര്യത്തോടു കൂടിയായിരുന്നു ബാലരാമപുരത്തെ ഹൈടെക് മാർക്കറ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള തറക്കല്ലിട്ടത്. പക്ഷേ ഇന്ന് തറക്കല്ലിൽ മാത്രം ഈ മാർക്കറ്റിൻ്റെ പ്രവർത്തനം ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു വർഷം പിന്നിടുമ്പോഴും ബാലരാമപുരം മാർക്കറ്റിനെ ഹൈടെക് മാർക്കറ്റാക്കുന്നതിനുള്ള ഒരു നടപടിയും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന് 50 ലക്ഷവും 60 ലക്ഷം രൂപയും വരുമാനമുണ്ടാക്കി കൊടുത്ത മാർക്കറ്റായിരുന്നു ഇത്. വികസനത്തിൻ്റെ ഭാഗമായി പൊളിച്ചു നീക്കപ്പെട്ടെങ്കിലും ഇതേവരെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ഒരു നടപടിയും ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരും ഇവിടുത്തെ വ്യാപാരികളും പറയുന്നത്. 8 കോടി രൂപ മുടക്കി ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുവാനായി പൊളിച്ചു മാറ്റപ്പെട്ടെങ്കിലും ഇതേവരെ പുനർനിർമ്മാണത്തിനുള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുകയാണ്.